ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നേർച്ച എന്റെ കൈകൊണ്ട് തന്നെ നിർവഹിച്ചാലേ ഫലപ്രാപ്തി ഉണ്ടാവും. പരസഹായം പാടില്ല. ഇത് എന്തിനുള്ള നേർച്ചയാ? അതൊന്നും പരസ്യപ്പെടുത്താൻ പാടില്ല. അതാ ശാസ്ത്രം. അതിനി മാറ്റാൻ പറ്റില്ലടാ. ഏട്ടാ, അച്ഛനും അമ്മയും തമ്മിലൊന്ന് കാണാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണ്ടേ? ഒരിക്കലും പാടില്ല. ഇനി ഈ ജന്മം അച്ഛനും അമ്മയും തമ്മിൽ കാണാനേ പാടില്ല. അവര് തമ്മിൽ കണ്ടാല് അമ്മ അമ്മയുടെ കഷ്ടപ്പാട് അച്ഛനോട് തുറന്നു പറയും. അച്ഛനത് കേൾക്കുമ്പോ പിന്നെ നിന്റെ ഗതി നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ ഗതി അതോ ഗതി. അച്ഛൻ അമ്മയെ വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. അതൊക്കെ മെനക്കേടല്ലേ മോനെ? അമ്മയുടെ ചികിത്സാ ചെലവിന് വേണ്ടി പിന്നെ എന്റെ പോക്കറ്റിൽ നിന്ന് നല്ലൊരു സംഖ്യയുടെ ചോർച്ചയുണ്ടാവും. വെറുതെ ഏട്ടനെ പുലിവാല് പിടിപ്പിക്കാതെ മോനെ. മേലിൽ ഇക്കാര്യവും പറഞ്ഞ് എന്നെ വിളിച്ചു പോകരുത്, കേട്ടോടാ ഒരമനാറി. ഏട്ടാ, എടാ, മനോജാണോ വിളിച്ചത്? അപ്പൊ അതെ, മനോജ വിളിച്ചത്. ചന്ദ്രുവിന്റെ വിശേഷം വല്ലതും പറഞ്ഞോ? പറഞ്ഞു. അമ്മയ്ക്ക് അവിടെ പരമസുഖാത്രേ. അമ്മയ്ക്കൊരു കുറവും വരുത്താതെ ഹരിത പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ഓ, ആശ്വാസമായി. മരുമകളുടെ പരിചരണത്തിൽ ചന്ദ്രു സന്തോഷവതിയാണെങ്കിൽ അതിൽ പരം ഒരു ഭാഗ്യം ഉണ്ടാവാനില്ല. ചന്ദ്രുവിനെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരാറുണ്ടായിരുന്നല്ലോ, അതേക്കുറിച്ച് വല്ലതും പറഞ്ഞോ? പറഞ്ഞു. അമ്മ ഇപ്പോ ഒരു കാർഡിയോളജിസ്റ്റിന്റെ ചികിത്സയിലാണ്. ഹരിതയുടെ അച്ഛന്റെ സുഹൃത്തായ ഡോക്ടറെ ഹരിത തന്നെയാണ് ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നത്. അമ്മയ്ക്കിപ്പോ നെഞ്ചുവേദന എന്നുള്ള ഏർപ്പാടില്ല അത്രേ. ഓ, സന്തോഷം. ടെൻഷൻ ഓവർ ആകുമ്പോഴാ ചന്ദ്രുവിന് നെഞ്ചുവേദന ഉണ്ടാവുന്നത്. മരുമോളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് തന്നെയാ ചന്ദ്രുവിന് വേണ്ട ട്രീറ്റ്മെന്റും. നന്നായിടാ മോനെ. അവൻ പോയോ? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞിട്ട് അവൻ തടി തപ്പിയതായിരിക്കുമോ? എന്തു തന്നെയായാലും കുറച്ചറിയുക, കൂടുതൽ വിശ്വസിക്കുക എന്നല്ലേ പ്രമാണം. എല്ലാവർക്കും നല്ലത് മാത്രമേ ചന്ദ്രു ചെയ്തിട്ടുള്ളൂ. അവളെ ദൈവം കൈവിടില്ല. ഹരിതയുടെ വീട്ടിൽ ചന്ദ്രുവിന് പരമസുഖം തന്നെയാ. അങ്ങനെ വരൂ.
ആകെ തളർന്നിരിക്കുമല്ലോ. വെള്ളം കോരാനും കൊണ്ടുവയ്ക്കാനും ഒക്കെ ഞങ്ങളും കൂടി സഹായിക്കാം. അല്പം വിശ്രമിക്കേ. സന്മനസ്സിന് നന്ദിയുണ്ട്. പക്ഷേ ഈ നേർച്ച എന്റെ കൈകൊണ്ട് തന്നെ നിർവഹിച്ചാലേ ഫലപ്രാപ്തി ഉണ്ടാവും. പരസഹായം പാടില്ല. ഇത് എന്തിനുള്ള നേർച്ചയാ? അതൊന്നും പരസ്യപ്പെടുത്താൻ പാടില്ല. അതാ ശാസ്ത്രം. വന്ദന എന്തായി ചെയ്യുന്നത്? ക്ഷേത്രക്കിണറ്റിലെ വെള്ളം മുഴുവൻ കോരി വറ്റിക്കാന്ന് വല്ല നേർച്ചയുണ്ടോ? കൈയും കാലും പോലും തളരുന്ന വിധം ആകെ തളർന്നിരിക്കുന്നു. വന്ദനെ, മാനത്തെ കൊട്ടാരം